എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ദോശയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള ഈ ദോശ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3-4 മണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 ഗ്ലാസ് തേങ്ങ, 1 പിടി ചോറില്ല എങ്കിൽ മാത്രം നമ്മൾ 4 ടേബിൾ സ്പൂൺ അവലെടുക്കാം. അവലൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എടുക്കുന്നതിന് മുമ്പേ. ഇനി ഒരു മുട്ട വേണം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മുട്ട. ഇനി നമുക്ക് മിക്സിയിലെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുതിർത്ത നുറുക്ക് ഗോതമ്പ് ഇട്ടു, പിന്നെ 1/2 ഗ്ലാസ് തേങ്ങ, 1 മുട്ട. ഇനി നമ്മൾ 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അവലും ചേർത്തു. ഇതിന് പകരം നിങ്ങൾക്ക് 1 പിടി ചോറും ചേർക്കാം. നല്ല ഫൈനായിട്ട് കട്ട കെട്ടാതെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാനിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യിട്ട് അധികം സ്പ്രെഡ് ചെയ്യിക്കാതെ ദോശ ചുട്ടെടുക്കണം. അധികം സ്പ്രെഡ് ചെയ്ത് തിന്നായി പോയാൽ ദോശ ഇളകാൻ വളരെ പ്രയാസമായിരിക്കും. 4 വശവും നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കണം. കണ്ടോ, നല്ല രസമുള്ളൊരു കളറും നല്ല ടേസ്റ്റാണ്, വളരെ സോഫ്റ്റുമാണിത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അധികം സ്പ്രെഡ് ആകരുത്. 4 വശവും ഒന്ന് മൊരിച്ചെടുക്കണം. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കാരണം മുട്ടയും നുറുക്ക് ഗോതമ്പ് ഫൈബറോടുകൂടി തന്നെ നമ്മളിട്ടു. അതുകൊണ്ട് ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. പിന്നെ സോഫ്റ്റാണ്, കാരണം നമ്മൾ തേങ്ങയും മുട്ടയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.